കറക്റ്റായിട്ട് പോട്ടെ. വൈക്കം ഭാഗത്തേക്കുള്ള വണ്ടി ഇതിലേ ഓടുന്നുണ്ട് കേട്ടോ. ഉണ്ട് വന്ന് പോകണം. ഈ മറ്റേ റോഡ് ഭയങ്കര അപകടമാണ്. ബാറിന്റെ ആ ബൈപ്പാസ് റോഡിൽ ഒത്തിരി പേര് അവിടെ ഒരുത്തൻ കിടക്കുന്നു. രാത്രി ഒരുത്തൻ വരുവാണ്, ഇത് കാണിയല്ല, കറുത്ത ഉടുപ്പാ. പിന്നെ അവൻ ആ വഴിയിലേക്ക് കാലിൽ നിട്ട് വെച്ച് വെള്ളം അടിച്ച് വണ്ടി കയറും. പിന്നെ വണ്ടി കയറിയ മനുഷ്യൻ ദയനീയമായ അവസ്ഥ. ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാം? നമ്മളൊക്കെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നവരെ, പക്ഷെ എല്ലാവരും മാന്യതയായിട്ട് ചെയ്യണ്ടേ? പിന്നെ വേണം, തീർച്ചയായിട്ടും. മദ്യം നമ്മൾ കഴിച്ചാലും അത് വണ്ടി ഓടിക്കാൻ ബൈപ്പാസ് റോഡ് അനാവശ്യാസി പ്രവർത്തനത്തിനും മദ്യത്തിനും മയക്കുമരുന്നിനും സാധാരണക്കാര് പിള്ളേര് എല്ലാം ഇതിൽ വന്ന് വീഴുന്നുണ്ട്. അപ്പം റോഡ് സുഖമായി ആൾക്കാർക്ക് നടക്കാൻ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, തിക്കും തിരക്ക് ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മാറി. ഇപ്പൊ അവനവിടെ ഒരുത്തം വഴി കിടക്കുന്നു. അതാ കറക്റ്റ് സമയത്ത് അവനെ കണ്ടു. എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാധാരണക്കാർ മനുഷ്യർ. അപ്പോൾ ഈ ബൈപ്പാസ് റോഡ് എത്രയും വേഗം തുറന്നു കൊടുത്ത് പ്രവർത്തനമാക്കണം. അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ഒരുപാട് സാധാരണക്കാർക്ക് ആളുകളായിരിക്കുന്നവർക്കൊക്കെ ഒത്തിരി ക്ലേശങ്ങൾ ഇതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അങ്ങനെ ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ മാറ്റി എത്രയും വേഗം തന്നെ ഇത് പ്രവർത്തിക്കണം. ഞങ്ങളിപ്പം ബൈപ്പാസ് റോഡ് വഴി യാത്ര ചെയ്യുകയാണ്. യാത്ര സുഗമമായി കഴിഞ്ഞാൽ ട്രാഫിക് തടസ്സം, മെയിൻ റോഡ് വഴിയുള്ള ട്രാഫിക് തടസ്സം മാറുകയും ഇവിടെ ഈ റോഡിന്റെ സൈഡിലൊക്കെ കൊണ്ടിടുന്ന വേസ്റ്റുകളൊക്കെ കൊണ്ടിടാതിരിക്കാനും ഒക്കെ ഒരു മാർഗമായിരുന്നു. അതുകൊണ്ട് എത്രയും വേഗം തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബൈപ്പാസ് റോഡ് വന്നു കഴിഞ്ഞാൽ കവലയിലുള്ള ഈ ബ്ലോക്ക് ഒഴിവാകും. തീർച്ചയായും അവിടെ തിരിച്ച് പറയാം കേട്ടോ. നിർത്തിക്കോ. ഇപ്പം ആയില്ലേ? ഇവിടെ വഴിയുടെ അവസ്ഥ ഇതാ. വൈക്കം റോഡാണ് ഇത്. വൈക്കം റോഡാണ്. ഇവിടെയും ട്രാഫിക് ബ്ലോക്ക് തന്നെ നമ്മൾ കാണുന്നത്. കുറവങ്ങാടിനെ സംബന്ധിച്ച് വലിയൊരു ഒരു ടൗണായി, കടകളും എല്ലാം വന്ന് ടൗണായി മാറി. ഓക്കെ, ഇനി നമ്മുടെ ഇത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ഇത് അല്ലെങ്കിൽ വഴി ബ്ലോക്ക് ഒരിക്കലും മാറിയല്ല. കുറവങ്ങാടിന്റെ കോഴ മുതൽ പള്ളിക്ക വരെയുള്ള വഴി ബ്ലോക്ക് മാറണമെങ്കിൽ ഇപ്പോൾ സിഗ്നൽ സംവിധാനം രൂപപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പരിധിവരെ ഗുണങ്ങളൊന്നുമില്ല, ദോഷങ്ങൾ മാത്രമേ ഇപ്പോൾ കണ്ടുവരുന്നുള്ളൂ. അപ്പോൾ അതൊരു ഗുണപരമായ രീതിയിൽ അത് പ്രാവർത്തികമാകണമെങ്കിൽ ബൈപ്പാസ് റോഡിൻ്റെ പ്രവർത്തനം സജീവമായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. ബൈപ്പാസ് റോഡ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ട്രാഫിക് തടസ്സം പരിഹരിക്കാൻ സാധിക്കും. അത് കുറലങ്ങാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. ആംബുലൻസൊക്കെ രോഗികളെ കൊണ്ട് പോകുമ്പോൾ എത്രയോ കഷ്ടപ്പെട്ടാണ് ഒന്ന് കടന്നു പോകുന്നത് ഈ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട്. അപ്പോൾ പല ജീവനുകളും അതുകൊണ്ട് പൊരിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഇവിടെ കാണാറുണ്ട്. ഡ്രൈവർക്ക് അതിവേഗം വണ്ടി ഓടിച്ച് മറ്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ അത് ബ്രേക്കായി പോവുകയാണ്. മെഡിക്കൽ കോളേജിൽ എത്താൻ ഏതാനും നിമിഷങ്ങൾ വരെ ഏതാണ്ട് ചുരുങ്ങിയ സമയം മതി കുറവലങ്ങാട് ടു മെഡിക്കൽ കോളേജ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ആണ് ഇവിടെ കണ്ടുവരുന്നത്. ഇതിനൊക്കെ പരിഹാരം. നമ്മുടെ ഈ ബൈപ്പാസ് റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയിലാണ്. കാരണം ഇവിടെ കുറേ ആളുകൾക്ക് സംഗമിക്കുവാനും മറ്റ് ദുർപ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഒരു സങ്കേതമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബൈപ്പാസ് റോഡ്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളുമൊക്കെ ഇതിലെ നിരവധി സമയമെടുത്ത് ഇതിലെ സഞ്ചരിക്കുകയും അതുപോലെ തന്നെ മറ്റ് പുകവലിക്കാനും മറ്റുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം ചെലവഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെട്ടു വരികയാണ് ഈ ബൈപ്പാസ് റോഡ്. അപ്പോൾ ഇത് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി ഇതിലെ യാത്രാ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം എന്ന് ആണിപ്പോൾ പറയുവാനുള്ളത്. അഭ്യർത്ഥിക്കുകയാണ്. കോഴ മുതൽ പള്ളിക്കോല വരെയുള്ള ഈ വൻ തിരക്ക് ഒഴിവാക്കണമെങ്കിൽ ഇതാണ് വെള്ളം അടിച്ച് കിടക്കുന്ന അവസ്ഥ.
ഒന്നും കിട്ടിയില്ലേ? ഇത് കണ്ടോ? ഇല്ല കിട്ടിക്കാണിയല്ല. വെള്ളം അടിച്ച് കിടക്കുന്ന അവസ്ഥ ഇത് കണ്ടോ? ഇതൊക്കെയാണ് ശരി. ബൈപ്പാസ് റോഡിൽ സുഖമായിട്ട് കാറ്റും കൊണ്ട് കിടക്കുക. ഇത് രാത്രിയിലൊക്കെ വരുവാണെങ്കിൽ വണ്ടി ഇതിലെ വരുവാണെങ്കിൽ അറിയില്ല. അപകടം പതിയിരിക്കുന്നു. എന്ത് ചെയ്യും? സ്നേഹിതരെ, കുറവലങ്ങാട്ടെ ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ കുറവലങ്ങാട്ടുകാർക്ക് അത്യാവശ്യവും മറ്റുള്ള ആളുകൾക്ക് ഒരു അനുഗ്രഹവുമാകുന്ന ഒരു പാതയാണ് ബൈപ്പാസ്. ഇതെത്രയും പെട്ടെന്ന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടപ്പെട്ട ഭരണാധികാരികൾ ഉത്സാഹം കാണിക്കണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളാണിത്. കുറവലങ്ങാട് കവലയിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് ഈ ബൈപ്പാസ്. ചില നേരങ്ങളിൽ കുറവലങ്ങാട്ട് ഒരുപാട് സമയം വഴി ബ്ലോക്ക് വരാറുണ്ട്. നമ്മുടെ സെൻട്രൽ ജംഗ്ഷനിലുള്ള വഴിയുടെ വീതി കുറവ് കൊണ്ട് തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ വൈക്കത്തേക്കൊന്ന് തിരിയണമെങ്കിൽ ലെഫ്റ്റിലെ സിഗ്നൽ ഉണ്ടെങ്കിൽ പോലും തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. വണ്ടി കടന്നു പോയത്. ഒരു വണ്ടി റൈറ്റ് സൈഡ് നിൽക്കുമ്പം ഇടത്ത് വശത്തു കൂടി കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മോട്ടോർ സൈക്കിളുകാരന് കഷ്ടിച്ച് കടന്നു പോകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറവലങ്ങാട്ടുണ്ട്. നമ്മൾക്ക് എല്ലാ നേതാക്കന്മാരുടെയും സപ്പോർട്ടോടുകൂടി ഒത്തൊരുമയോടുകൂടി ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാകണം. നമുക്കതിനുവേണ്ടി പരിശ്രമിക്കണം. അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. കുറവലങ്ങാട് ഈസ് മൈ ഹാർട്ട്. ലെറ്റ്സ് ഗോ.